റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 39ാമത്തെ നിയമം ആളുകളെ ഇളക്കിമറിക്കാൻ വെള്ളത്തിൽ നിന്ന് മീനിനെ പുറത്തെടുക്കുക. ഈ നിയമം പറയുന്നത് നിങ്ങളുടെ ശത്രുവിനെ അശ്രദ്ധരാക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും വേണ്ടി മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. നിങ്ങൾ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ശത്രുവിനെ ചിന്തിക്കാൻ സമയം ലഭിക്കില്ല. ഈ ആശയക്കുഴപ്പത്തിൽ അവർ തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ഈ തെറ്റുകൾ നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഒരു അവസരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം നിങ്ങൾ നിങ്ങളുടെ എതിരാളികളെ പ്രതിരോധത്തിലാക്കുക എന്നതാണ്. ഒരു മത്സ്യം ശാന്തമായ വെള്ളത്തിൽ സുരക്ഷിതമായിരിക്കും. എന്നാൽ നിങ്ങൾ വെള്ളം ഇളക്കിമറിക്കുമ്പോൾ അത് ഭയപ്പെടുകയും തെറ്റുകൾ വരുത്തുകയും ചെയ്യും. അതേപോലെ നിങ്ങളുടെ എതിരാളികൾക്ക് അവരുടെ ശക്തിയിൽ അമിതമായ ആത്മവിശ്വാസമുണ്ടായിരിക്കും. നിങ്ങൾ ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ അവർക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അവർക്ക് തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആളുകളെ പ്രകോപിപ്പിക്കുക. നിങ്ങളുടെ എതിരാളികളെ പ്രകോപിപ്പിക്കുക. അവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഒറ്റയ്ക്ക് നിൽക്കുക. നിങ്ങൾ ഒരു കൂട്ടത്തിൽ ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക. ഇത് നിങ്ങൾക്ക് ഒരു നിഗൂഢ നൽകും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കി നിങ്ങളുടെ എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കുക. ചില ഉദാഹരണം. ചരിത്രം. റിച്ചാർഡ് ഒന്നാമനും ഫ്രഞ്ച് രാജാവും. റിച്ചാർഡ് ഒന്നാമൻ ഫ്രാൻസിനെ ആക്രമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമുണ്ടാക്കി. റിച്ചാർഡ് ഫ്രഞ്ച് രാജാവിനെ പ്രകോപിപ്പിച്ചു. ഈ പ്രകോപനം കാരണം ഫ്രഞ്ച് രാജാവ് ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം റിച്ചാർഡിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ഹാരി വോൾഡ്മോർട്ടിനെ പ്രകോപിപ്പിച്ചു. ഹാരി വോൾഡ്മോർട്ടിനെ ദുർബലൻ എന്ന് വിളിച്ചു. ഈ പ്രകോപനം കാരണം വോൾഡ്മോർട്ട് ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് ഹാരിക്ക് വിജയിക്കാൻ ഒരു അവസരം നൽകി. ചരിത്രം. ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി. എന്നാൽ അദ്ദേഹം നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം ഒരു പ്രശ്നമുണ്ടാക്കി. ചെങ്കിസ് ഖാൻ തന്റെ എതിരാളികളെ പ്രകോപിപ്പിച്ചു. ഈ പ്രകോപനം കാരണം എതിരാളികൾക്ക് യുദ്ധം ചെയ്യേണ്ടിവന്നു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിട്ടപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമുണ്ടാക്കി. ഡോൺ തന്റെ എതിരാളികളെ തമ്മിലടിപ്പിച്ചു. ഈ ആശയക്കുഴപ്പം കാരണം ഡോണിന് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമുണ്ടാക്കി. നെപ്പോളിയൻ റഷ്യൻ സൈന്യത്തെ പ്രകോപിപ്പിച്ചു. ഈ പ്രകോപനം കാരണം റഷ്യൻ സൈന്യം ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം നെപ്പോളിയന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ബാറ്റ്മാനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ജോക്കർ ഗോതും നഗരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി. ഈ പ്രശ്നം കാരണം ബാറ്റ്മാന് ആശയക്കുഴപ്പമുണ്ടായി. ഈ ആശയക്കുഴപ്പം ജോക്കറിന് ബാറ്റ്മാനെ നേരിടാൻ ഒരു അവസരം നൽകി. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമുണ്ടാക്കി. ചാണക്യൻ നന്ദ രാജാവിനെ പ്രകോപിപ്പിച്ചു. ഈ പ്രകോപനം കാരണം നന്ദ രാജാവ് ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം ചാണക്യന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ ബല്ലാലദേവ. ബല്ലാലദേവ ബാഹുബലിയെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ബല്ലാലദേവ ബാഹുബലിയെ പ്രകോപിപ്പിച്ചു. ഈ പ്രകോപനം കാരണം ബാഹുബലി ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം ബല്ലാലദേവക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിട്ടപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമുണ്ടാക്കി. ചർച്ചിൽ നാസികളെ പ്രകോപിപ്പിച്ചു. ഈ പ്രകോപനം കാരണം നാസികൾ ഒരു തെറ്റ് വരുത്തി. ഈ തെറ്റ് കാരണം ചർച്ചിലിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമുണ്ടാക്കി. ഡോക്ടർ സണ്ണി ഗംഗയെ പ്രകോപിപ്പിച്ചു.